ഹായ്, നമുക്ക് ഇന്ന് CCTV ക്യാമറകൾ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഘടകങ്ങളാണ് നമ്മൾ അതിൽ പരിഗണിക്കേണ്ടത് എന്നുള്ള കാര്യം ഒന്ന് ചർച്ച ചെയ്യാം. ഞാൻ ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പോൾ നിങ്ങൾ ഫുൾ വീഡിയോ കാണാൻ നിങ്ങൾക്കൊരു അവയർനെസ് കിട്ടും. ഇപ്പോൾ പല ആളുകൾക്കും ഈ ക്യാമറ എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മളൊരു ക്യാമറ ചെയ്യുമ്പോൾ പരിഗണിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പല ആളുകൾക്കും അറിയില്ല. ചില ആളുകൾക്ക് അറിയാം, എന്നാലും ഇത് അറിയാത്തവർക്കുള്ളൊരു ഉപകാരമുള്ളൊരു വീഡിയോ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ പേർപ്പസ്. എന്ത് പേർപ്പസിനാണ് നമ്മൾ ക്യാമറ ചെയ്യുന്നത്? പേർപ്പസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളെ പേർപ്പസ് നമ്മളെ വീടാകാം, അതേപോലെ നമ്മളെ ബിസിനസ് സ്ഥാപനമാകാം, അതേപോലെ നമുക്ക് ഒരു ഫാക്ടറി ഉണ്ടെങ്കിൽ അവിടെ ആവാം, കൃഷിസ്ഥലമാവാം, കൺസ്ട്രക്ഷൻ സൈറ്റ് ആവാം, അങ്ങനെ പല പേർപ്പസ് ഉണ്ട്. അപ്പോൾ ഇതിനനുസരിച്ച് നമ്മൾ പ്രാഥമികമായിട്ടുള്ള ഒരു പേർപ്പസ് ചൂസ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ചുള്ള ക്യാമറയും സിസ്റ്റമാണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടി വരിക. അപ്പോൾ ഫസ്റ്റ് ഇത് പേർപ്പസ്. പിന്നെ ഉള്ളത് നമ്മുടെ ലൊക്കേഷൻ. അതായത് ഇപ്പോൾ നമ്മളൊരു നമ്മുടെ പേർപ്പസ് ചൂസ് ചെയ്തു, പിന്നെ അവിടെ പ്രാധാന്യമുള്ള ലൊക്കേഷൻസ് ഉണ്ടാവും. ആ ലൊക്കേഷൻ പല ഏരിയ വൈസ് തന്നെ അത് വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഡിസ്റ്റൻസ് വ്യത്യാസം ഉണ്ടാവും. അപ്പം നമ്മുടെ വീടിൻ്റെ ചുറ്റുമതില് പല ഭാഗത്തും പല രീതിയിലായിരിക്കുമല്ലോ അതിൻ്റെ ഡിസ്റ്റൻസ്. അപ്പം അതിനനുസരിച്ചുള്ള ക്യാമറകൾ നമ്മൾ ചൂസ് ചെയ്യണം. ഓക്കെ, അത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന മെയിൻ കാര്യം. മൂന്നാമത്തായി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ക്യാമറ ടൈപ്സ് ആണ്. ക്യാമറ ടൈപ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇപ്പോൾ അധികം ആളുകൾക്ക് അറിയാം ക്യാമറകൾ. ബുള്ളറ്റ് ക്യാമറ ഉണ്ട്, ടററ്റ് ക്യാമറ ഉണ്ട്, അതേപോലെ ഡോം ക്യാമറ ഉണ്ട്, PTZ ക്യാമറ ഉണ്ട്, PT ക്യാമറകളുണ്ട്, പനോരമിക് വ്യൂ ക്യാമറകളുണ്ട്, ഹിഡൻ ക്യാമറാസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് ഏത് ടൈപ്പ് ക്യാമറകളാണ് ചൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഔട്ട്ഡോർ ആവശ്യങ്ങളൊക്കെ 2 ടൈപ്പ് യൂസ് ചെയ്യാം, പക്ഷെ കൂടുതലായിട്ടും നമ്മൾ ബുള്ളറ്റ് ടൈപ്പാണ് ഔട്ട്ഡോറിൽ വെക്കാൻ. അതേപോലെ നമ്മുടെ അതിന് റേറ്റിംഗ് ഉണ്ട്, IP റേറ്റിംഗ് പറയും. വെതർ പ്രൂഫ് ക്യാമറകൾ, അതൊക്കെ ഇൻഡോർ പർപ്പസിന് ഇത്ര വെതർ പ്രൂഫ് വേണ്ടെങ്കിലും ഔട്ട്ഡോറിൽ നമ്മൾ ചെയ്യുമ്പോൾ എന്തായാലും വെതർ പ്രൂഫ് ക്യാമറകൾ ചൂസ് ചെയ്യണം. പല ആളുകളും ഇൻഡോർ ക്യാമറകൾ എടുത്തിട്ട് പുറത്ത് വെക്കുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷെ അത് ഒരിക്കലും ചെയ്യരുത്. അപ്പോൾ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഏത് ക്യാമറകളാണ് നമ്മൾ ചൂസ് ചെയ്യണത് നമ്മൾ തീരുമാനിക്കുക. നമ്മളിപ്പോൾ ഒരു ലൊക്കേഷൻ ചെയ്യുമ്പോൾ അതിലെല്ലാ ക്യാമറകളും ബുള്ളറ്റ് ആവണമെന്നില്ല. അതിൽ നമ്മൾ പിന്നെ സീലിങ്, അതേപോലെ വാള്, ഇങ്ങനെയൊക്കെ അതിൻ്റെ ഒരു ഘടന പല ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ടാവില്ല, അതിനനുസരിച്ച് ഉള്ള ക്യാമറകൾ നമ്മൾ ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നാലാമത്തെ എന്താന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് റെസൊല്യൂഷൻ. റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, പണ്ട് ഉള്ള TVL റെസൊല്യൂഷൻ മുതൽ TV ലൈൻസ് ആയിരുന്നു ഈ ക്യാമറകളിൽ യൂസ് ചെയ്തത്. അത് ക്ലാരിറ്റി വളരെ കുറവായിരുന്നു. അതിനുശേഷം HD വന്നു, ഫുൾ HD വന്നു, 2K 3K 4K എത്തി നിൽക്കുന്നുണ്ട്. ഇതിനപ്പുറത്തേക്കുള്ള ടെക്നോളജി വളരുന്നതനുസരിച്ച് ക്യാമറകൾ റെസൊല്യൂഷൻ കൂടും. അപ്പോൾ നിങ്ങളുടെ ബജറ്റിന് പറ്റുന്ന റെസൊല്യൂഷനുള്ള ക്യാമറകൾ ചൂസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ റെസൊല്യൂഷൻ കൂടുന്നത് നമുക്ക് വീഡിയോയുടെ ക്ലാരിറ്റി കൂടും, ഡീറ്റെയിൽസ് കൂടുതൽ കിട്ടും. ഇപ്പോൾ ആളുകളെ ഫേസ് ഡിറ്റക്ഷൻ ക്യാമറകളൊക്കെ വരുമ്പോൾ റെസൊല്യൂഷൻ കൂടുതൽ വെക്കുമ്പോഴാണ് കൂടുതൽ അതിൻ്റെ ഉപകാരം നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ റെസൊല്യൂഷനെ കുറിച്ച് ഞാൻ ചർച്ച ചെയ്തു. അടുത്ത നമുക്ക് ലോ ലൈറ്റ് പെർഫോമൻസ് ഉള്ള ഫാക്ടർ കൺസിഡർ ചെയ്യും. അഞ്ചാമത്തെ ഫാക്ടർ എന്നാൽ ലോ ലൈറ്റിൽ. അപ്പോൾ രാത്രി സമയങ്ങളിൽ നമുക്ക് ലൈറ്റ് ഉണ്ടാവില്ലല്ലോ, അപ്പോൾ ലൈറ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് IR ഇൻഫ്രാറെഡ് വെച്ചിട്ടാണ് നൈറ്റ് വിഷൻ കിട്ടുക. നൈറ്റിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഇൻഫ്രാറെഡ് മുഖാന്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. അതേപോലെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഇൻഫ്രാറെഡ് കഴിഞ്ഞിട്ട് ഫുൾ ടൈം കളർ ക്യാമറ വന്നു. ഫുൾ ടൈം കളർ ക്യാമറ എന്ന് പറഞ്ഞാൽ ഈ ക്യാമറയിൽ നിന്ന് ഒരു നമ്മളെ മൊബൈലിൽ ടോർച്ച് അടിക്കില്ല, അതേപോലെ ലൈറ്റ്, സപ്ലിമെൻ്ററി ലൈറ്റ് ഉണ്ടാവും. ആ ലൈറ്റ് വെച്ചിട്ടാണ് അതിൻ്റെ സെൻസ് ചെയ്തിട്ടാണ് നമുക്ക് കളറിൽ കാണാൻ പറ്റുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സ്മാർട്ട് ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്തു. സ്മാർട്ട് ടെക്നോളജി എന്ന് പറഞ്ഞാൽ നമുക്ക് 2 രീതിയിൽ യൂസ് ചെയ്യാം. ഇൻഫ്രാറെഡ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ലൈറ്റ് യൂസ് ചെയ്യുക, അതെങ്കിൽ സ്മാർട്ടായിട്ട് യൂസ് ചെയ്യുക. ഇൻഫ്രാറെഡ് ആയിരിക്കും, ഏതെങ്കിലും ഹ്യൂമൻസ് വന്നാൽ അത് കളർക്ക് ചേഞ്ച് ആവും, അങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ അതും കൺസിഡർ ചെയ്യാം. ആറാമത്തെ കാര്യമാണ് സ്റ്റോറേജ്. ഇപ്പോൾ സ്റ്റോറേജ് തീരുമാനിക്കുന്ന കസ്റ്റമർ, നമ്മളാണ് തീരുമാനിക്കുന്നത് നമ്മുടെ ഫുട്ടേജ് എത്ര ദിവസം സ്റ്റോറേജ് കിട്ടണം എന്നുള്ള. അപ്പോൾ സ്റ്റോറേജിനായിട്ട് നമ്മൾ പല ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഹാർഡ് ഡിസ്ക്കാണ്. ഹാർഡ് ഡിസ്ക് നമ്മൾ റെക്കോർഡർ NVR അല്ലെങ്കിൽ DVR ഇട്ടിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്.
അതല്ലാതെ ഇപ്പോൾ SSD ഇൻബിൽട്ട് SSD വന്നിട്ടുണ്ട്. SSD നമുക്ക് യൂസ് ചെയ്യാം. SSD ഹാർഡ് ഡിസ്കും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. അതേപോലെ ക്ലൗഡ് സ്റ്റോറേജ് ഉണ്ട്, NAS സ്റ്റോറേജ് ഉണ്ട്, അങ്ങനെ സ്റ്റോറേജുകൾ പലവിധമുണ്ട്. അപ്പോൾ ഇതിനൊക്കെ കുറച്ച് അതിൻ്റേതായ എക്സ്പെൻസ് കൂടും. അപ്പോൾ നമുക്ക് ഏറ്റവും ചീപ്പായിട്ടുള്ളത് ഹാർഡ് ഡിസ്ക് വെച്ചിട്ടുള്ള സ്റ്റോറേജ് ആണ്. ഓക്കെ. ഏഴാമതായി കണക്ടിവിറ്റി. ഇപ്പോൾ നമുക്ക് വയേർഡ് സിസ്റ്റം വേണോ അതേപോലെ വയർലെസ് വേണോ എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. വയേർഡ് ആണ് കൂടുതൽ സെക്യൂർ ആയിട്ടുള്ള ഒരു മെത്തേഡ്. പിന്നെ വയർലെസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ റിലയബിലിറ്റി കുറച്ച് കൂടുതലാണ്. നമുക്ക് പല സ്ഥലങ്ങളിലും മൗണ്ട് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ വയർലെസ്, വയേർഡ് ഈ രണ്ട് സിസ്റ്റം നിങ്ങൾ കൺസിഡർ ചെയ്യണം. എട്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ റിമോട്ട് വ്യൂവിംഗ് ആണ്. ഇപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ റിമോട്ട് വ്യൂവിങ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു ചെയ്യാനും, അതേപോലെ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാ കമ്പനീസും റിമോട്ട് വ്യൂവിങ് പ്രൊവൈഡ് ചെയ്യുന്നു. മൊബൈലിലോ ടാബ്ലറ്റിലോ അതേപോലെ ലാപ്ടോപ്പിലോ ഒക്കെ മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ സിസ്റ്റം വരുന്നത്. അപ്പോൾ റിമോട്ട് വ്യൂവിങ് എല്ലാത്തിലും സപ്പോർട്ട് ഉണ്ട്. പക്ഷേ നിങ്ങൾ സിസ്റ്റം ചൂസ് ചെയ്യുമ്പോൾ നല്ലൊരു ഇൻ്റർഫേസ് കൊടുക്കുന്ന കമ്പനീസിൻ്റെ സിസ്റ്റം ചൂസ് ചെയ്യാം. ഒമ്പതാമത് നമ്മൾ നോക്കാൻ പോകുന്നത് കൺസിഡർ ചെയ്യേണ്ടത് മോഷൻ ഡിറ്റക്ഷൻ ഫങ്ഷൻ ഉള്ള ക്യാമറകൾ ചൂസ് ചെയ്യുക, DVR ചൂസ് ചെയ്യുക. മോഷൻ ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യകാലങ്ങളിൽ മോഷൻ എന്ന് പറഞ്ഞാൽ എല്ലാണെങ്കിൽ പ്രാണി പോയാലൊക്കെ മോഷൻ ഡിറ്റക്ഷൻ ആണ്. പക്ഷെ ഇപ്പോൾ ഹ്യൂമൻസിനെ ഡിറ്റക്ട് ചെയ്തിട്ട് നമുക്ക് അലേർട്ട് തരുന്ന സിസ്റ്റമാണ് വരുന്നത്. അപ്പോൾ മോഷൻ ഡിറ്റക്ഷൻ ഉണ്ടെങ്കിൽ എന്താ നമുക്ക് ഉപകാരം എന്ന് വെച്ചാൽ മോഷൻ ഡിറ്റക്ട് ചെയ്യുന്ന സമയത്ത് മാത്രം നമുക്ക് റെക്കോർഡ് ചെയ്താൽ മതി എന്നുള്ള ഫങ്ഷൻ എനാബിൾ ചെയ്തിട്ടാൽ നമുക്ക് കൂടുതൽ സ്റ്റോറേജ് നമുക്ക് കിട്ടും. പിന്നെ അതേപോലെ നമുക്ക് ഫുട്ടേജിൻ്റെ എല്ലാ ഫുട്ടേജ് ഇരുന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള സമയത്തെ ഫുട്ടേജ് മാത്രം ഇതിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അത് നമുക്ക് വാച്ച് ചെയ്യാം. പത്താമത്തെ ഓഡിയോ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. നമുക്കിപ്പോൾ CCTV ചെയ്യുമ്പോൾ ആദ്യകാലങ്ങളിൽ ഓഡിയോ ഇല്ല. ഓഡിയോ ഇനി ചെയ്യണമെങ്കിൽ തന്നെ ഒരു സെപ്പറേറ്റ് ഒരു മൈക്രോഫോൺ വെച്ചിട്ടാണ് നമ്മൾ ഓഡിയോ സപ്ലൈ ചെയ്തിരുന്നത്. അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ള ക്യാമറകളിലൊക്കെ ഇൻബിൽറ്റ് ഓഡിയോ വരുന്ന ക്യാമറകളുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ വിത്തൗട്ട് ഓഡിയോ കാണുന്നതും വിത്ത് ഓഡിയോ കാണുന്നതും തമ്മിൽ നല്ല ഒരു വ്യത്യാസമുണ്ട്. നമുക്ക് ഓഡിയോ ഉള്ളത് കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവുകളൊക്കെ ഫുട്ടേജ് എടുക്കുമ്പോൾ അതിൽ ഓഡിയോ കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ മികച്ചൊരു സപ്പോർട്ടീവ് എവിഡൻസ് ആണത്. അപ്പോൾ ഓഡിയോ ഉള്ള ക്യാമറകൾ, ഇൻബിൽട്ട് ഓഡിയോ ഉള്ള ക്യാമറകൾ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. 11ാമത്തെ കാര്യം അതിൻ്റെ കാലാവസ്ഥ പ്രതിരോധം, വെതർ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇൻഡോർ ആവശ്യങ്ങൾക്കുള്ള ക്യാമറ ഒരിക്കലും നിങ്ങൾ ഔട്ട്ഡോറിൽ യൂസ് ചെയ്യരുത്. കാരണം ഇതിൻ്റെ പ്രൊട്ടക്ഷൻ ലെവൽ കുറവായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ലൈഫ് വളരെ കുറഞ്ഞ് പെട്ടെന്ന് ചീത്തയാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ IP67 റേറ്റിംഗ് ഉള്ള ക്യാമറകൾ നിങ്ങൾ ഔട്ട്ഡോർ ആവശ്യത്തിന് യൂസ് ചെയ്യുക. കാരണം ഈ മഴ പെയ്തിട്ട് അതിൻ്റെ ഈർപ്പം കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ബോഡിയിൽ കയറിയാൽ കംപ്ലൈൻറ്റ്സ് വരും. അപ്പോൾ ഇത് തടയുന്ന ക്യാമറകൾ ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. IP67 റേറ്റിംഗ് ഉള്ള ക്യാമറ ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നെക്സ്റ്റ് 12ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബജറ്റിനനുസരിച്ചുള്ള സിസ്റ്റം ചൂസ് ചെയ്യുക. അപ്പോൾ സിസ്റ്റം ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഫീച്ചറുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ നോക്കുക. ഏറ്റവും നല്ല ഫീച്ചറുള്ള ക്യാമറകൾ ചൂസ് ചെയ്യുക. പിന്നെ ലേറ്റസ്റ്റ് ടെക്നോളജി ചൂസ് ചെയ്യുക. പിന്നെ അതിൽ നിങ്ങളെ ബജറ്റ് മീറ്റ് ചെയ്യണം. ഈ രീതിയിൽ നിങ്ങൾ ചൂസ് ചെയ്യണം. അടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഫാക്ടറി ഇൻസ്റ്റാളേഷൻ. ഈ ഇൻസ്റ്റാളേഷന് നിങ്ങൾക്ക് സ്വയം DIY ഇൻസ്റ്റാളേഷൻ ചെയ്യാം. അതേപോലെ ഒരു പ്രൊഫഷണൽ ടീമിനെ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യിക്കാം. ഫ്രീലാൻസർ പോലെയല്ല, ഒരു പ്രൊഫഷണൽസ് ചെയ്യുമ്പോൾ അവർ ചെയ്യുന്നതിൽ എല്ലാ പ്രൊഫഷണലിസം അതിൽ കാണിച്ചിരിക്കും. ഓരോ കമ്പോണൻസ് ചൂസ് ചെയ്യുമ്പോഴും പിന്നെ ഇതിൻ്റെ ആംഗിള്, ഇത് എത്ര ഹൈറ്റിൽ വെക്കണം, ഇവിടെ ഏതൊക്കെ ക്യാമറകൾ, ലെൻസുള്ള ക്യാമറകളാണ് ചൂസ് ചെയ്യേണ്ടത്, ക്യാമറ ടൈപ്പ് ഏതാ ചൂസ് ചെയ്യേണ്ടത്, അതിൻ്റെ ലൈറ്റിംഗ് കണ്ടീഷൻ എങ്ങനെ, ഇതൊക്കെ ഒരു പ്രൊഫഷണൽ ടീമിനെ കൊണ്ടാണ് ചെയ്യിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റേതായ ബെനിഫിറ്റ്സ് കിട്ടും. അപ്പോൾ ഞങ്ങൾ പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന സ്ഥാപനമാണ്. ഞങ്ങൾ നമ്പർ ഇതിൽ കൊടുക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും റിക്വയർമെൻറ്റോ
ഇനി റേറ്റും കാര്യങ്ങളും അറിയണമെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ. പിന്നെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മൾ 14ാമത്തെ സ്കെയിലബിലിറ്റിയാണ്. ഇതിൻ്റെ സ്കെയിലബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളൊരു സിസ്റ്റം ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഭാവിയിൽ നമുക്ക് ഏതെങ്കിലും ക്യാമറകൾ അഡീഷണലി ചെയ്യാനോ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ആഡ് ചെയ്യാനോ ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള ടെക്നോളജി ചൂസ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് 2 ടൈപ്പ് ടെക്നോളജി ഉണ്ട്. അനലോഗ് ഉണ്ട്, IP ടെക്നോളജി ഉണ്ട്. IP ടെക്നോളജി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ സ്കെയിലബിൾ ആണ്. നമ്മൾ ഭാവിയിൽ ഇപ്പോൾ നമ്മൾ ക്യാമറകൾ അഡീഷണലി ആഡ് ചെയ്യണമെങ്കിൽ IP ആണെങ്കിൽ നമുക്ക് അതിന് കൂടുതലായിട്ടുള്ള ടെക്നോളജി ഉണ്ട് ആഡ് ചെയ്യാനും കാര്യങ്ങൾക്കും. അപ്പോൾ IP വേണോ അനലോഗ് വേണോ എന്നുള്ള ഇത് നിങ്ങൾ ചൂസ് ചെയ്യാം. 15ാമത്തെ ഉണ്ട് ബ്രാൻഡ്, അതേപോലെ വാറണ്ടി. ഇത് രണ്ടും നിർബന്ധമായി നിങ്ങൾ കൺസിഡർ ചെയ്യണം. ഇപ്പോൾ ക്യാമറ ചെയ്യുമ്പോൾ പല ആളുകളും പല ബ്രാൻഡിലും ക്യാമറകൾ ഇറക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ല മെയിൻ ബ്രാൻഡുകളിൽ ഉള്ള ക്യാമറകൾ ചൂസ് ചെയ്യുക. അതേപോലെ നല്ല വാറണ്ടിയുള്ള കമ്പനി ചൂസ് ചെയ്യുക. കാരണം ഇലക്ട്രോണിക് സാധനങ്ങൾ പെട്ടെന്ന് ചീത്തയായി പോകാനൊക്കെ ചാൻസ് ഉണ്ട്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ വാറണ്ടി ഉണ്ടെങ്കിൽ വാറണ്ടി പീരീഡിലാണെങ്കിൽ ഈ കമ്പോണൻസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മാറ്റി തരും. അപ്പോൾ വാറണ്ടി ഉള്ള ഏറ്റവും നല്ല ബ്രാൻഡ് ചൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ സീരീസിൽ ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങളെ ഒരു സിസ്റ്റം ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ സ്വയം അതിൽ നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ ഓക്കെ, അറിവില്ലാത്തവരാണെങ്കിൽ സ്വയം തീരുമാനങ്ങൾ എടുക്കാതെ ഒരു പ്രൊഫഷണൽ ടീമിനായിട്ടും കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അത്രയും ബെനിഫിറ്റ് അതിൽ കിട്ടും. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.